ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഒരു ചെറിയൊരു മിനി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്രയിലാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, വനയമോള് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരുപാട് റിവ്യൂ കണ്ടൊക്കെ ഞാൻ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കായിരുന്നു. ഒരു ലോങ് ലാസ്റ്റിങ് ചെയ്യുന്നില്ല. കുറച്ച് റേറ്റൊക്കെ ഉണ്ട്, എങ്കിലും അത് ലോങ് ലാസ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ടും. പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം നല്ലപോലെ റിവ്യൂ പറഞ്ഞിട്ടുള്ള റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മളിവിടെ യാത്ര തുടങ്ങാം കേട്ടോ. ഒരു 24 മണിക്കൂർ ഒരു ചെറിയൊരു ദിവസം ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ പോയി എന്നുള്ളതാണ്, എവിടേക്കൊക്കെ പോയി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു മിനി വ്ളോഗ്. അപ്പോൾ നമ്മുടെ സ്വന്തം നാടായ കൊടകരയ്ക്കാണ് ഞാൻ പോകുന്നത്. അവിടെ നമ്മുടെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുന്നാളുണ്ട്. അപ്പോൾ ഊട്ടുതിരുന്നാളിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഒരു ഹോളി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം കാഴ്ചയാണ് നമ്മുടെ പാലിയങ്കര ടോൾ പാസിലെ ഈ ഒരു ബ്ലോക്ക്. ഇപ്രാവശ്യം ചെറിയൊരു ബ്ലോക്ക് ആയിരുന്നില്ല. നമ്മൾ ആമ്പല്ലൂർ ഓവർ ബ്രിഡ്ജ് പണിയുന്ന സ്ഥലം തൊട്ടിട്ട് പാലിയങ്കര കഴിയുന്നത് വരെ ഫുൾ ബ്ലോക്കാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ബസ്സിലായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പിന്നെ കടന്നു പോകാൻ പറ്റി. കാർ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ കിടന്നിട്ട് എപ്പോൾ എത്തുന്ന ഒരു പിടുത്തമില്ല. അപ്പോൾ ഇത് നമ്മുടെ ആമ്പല്ലൂർ ഓവർ ബ്രിഡ്ജിൻ്റെ പാലം വരെയുള്ള ബ്ലോക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് കേട്ടോ. ആമ്പല്ലൂർ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് റോഡ് പണിയൊക്കെ ഏതാണ്ട് തീർന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡാണ് നമ്മുടെ റോഡ് ടാറിടാനൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്നും പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും ആ ഒരു റോഡിൻ്റെ ഭംഗിയും സൈഡിലത്തെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈവറ്റ് ബസ്സാണെങ്കിൽ പിന്നെ പാട്ടൊക്കെ ഉണ്ടാവും. ട്രാൻസ്പോർട്ട് ബസ്സിൽ പിന്നെ പാട്ടൊന്നും ഉണ്ടാവില്ല. പ്രൈവറ്റ് ബസ്സിൽ ആ പാട്ട് കേട്ട് പോകാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടകരയിലെത്തി. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ആ വഴി കൂടെ ഒന്ന് ഷോർട്ട് കട്ട് വഴി പള്ളിയിലോട്ട് ഇറങ്ങിയിട്ടു. അപ്പോൾ അവിടെ കുർബാന ഉണ്ടായിരുന്നു. കുർബാനയൊക്കെ കണ്ടു. അതിന് ശേഷം നമ്മൾ ഊട്ട് കഴിക്കാൻ വേണ്ടി വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഭക്തജനങ്ങളും വിശ്വാസികളൊക്കെ തന്നെ ധാരാളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്കും സീറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ഇലയിൽ സാമ്പാറും അവിയലും അച്ചാറും പുളിഞ്ചിയും പായസമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫും കൂടി ഉണ്ടായിരുന്നു കൂട്ട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞ് നേരെ ഓട്ടോ വിളിച്ച് നമുക്ക് ഹോളി കമ്മ്യൂണിക്കേഷനുള്ള വീട്ടിൽ പോയി. അവിടെ ചെന്ന് ഐസ്ക്രീമും ജ്യൂസൊക്കെ കഴിച്ചു. അതിനുശേഷം വീട്ടിൽ വന്നു. അങ്ങനെ രാത്രി വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് റോട്ടിലോട്ട് നോക്കി കഴിഞ്ഞതുപോലെ വണ്ടികളൊക്കെ പോകുന്ന കാഴ്ച കാണാം, ടൂറിസ്റ്റ് ബസ് പോകുന്ന കാഴ്ച കാണാം. അതൊക്കെ കൊണ്ട് ആസ്വദിച്ചിരുന്നു. പിന്നെ ഇടിഞ്ഞാലക്കുടത്ത് മഴ കാരണം കൊണ്ട് കറണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരെ വെളുത്തപ്പം തന്നെ ബാഗ് കൊടുത്ത് ഞാൻ തിരിച്ച് ഒല്ലൂർക്ക് വരാണ് കേട്ടോ. ഈ കണ്ട ഷോപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ബിരിയാണി വാങ്ങിക്കാൻ പോയ ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തുറന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് കാത്ത് ഒരു അരമണിക്കൂറോളം നിന്നു. അവസാനം നമ്മുടെ ബസ്സൊക്കെ വന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള കാരണം കൊണ്ട് ബസ്സിൽ വെച്ച് വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ നേരെ വന്നിറങ്ങിയത് ഒരു ഹോട്ടലോട്ടാണ്. അവിടെ നമ്മൾ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. ആ മസാല ദോശയൊക്കെ കഴിച്ചു. സാമ്പാറും ചട്നിയും കുഴപ്പമില്ല, പക്ഷേ തക്കാളി ചട്നി എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ നമ്മുടെ കോഫിയൊക്കെ വന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഞാൻ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. ചെറിയൊരു മിനി വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.